ഹായ് ഹലോ നമസ്കാരം. വിയന്ന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴയിലെ ധനുഷ്കോടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ആലപ്പുഴയിലൊരു ധനുഷ്കോടിയുണ്ട്. അതെ, നമ്മുടെ ചെത്തി ബീച്ച്. നമ്മുടെ ചെത്തി ബീച്ചിന് തൊട്ടടുത്തുള്ള ഒരു 3-4 കിലോമീറ്റർ വ്യത്യാസത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഓമനപ്പുഴ ബീച്ചിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആലപ്പുഴ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസവും ഹൗസ് ബോട്ടും നമ്മുടെ ആലപ്പുഴയുടെ ആ പഴയ ബീച്ചൊക്കെയാണ് അല്ലേ. അതിൽ നിന്നൊക്കെ വ്യത്യാസമായി നമ്മുടെ ആലപ്പുഴയിൽ കുറച്ച് ഹിഡൻ സ്പോട്ട്സ് ഉണ്ട്. അതായത് ഹിഡൻ ആയി കിടക്കുന്ന കുറച്ച് ബീച്ചസ് ഉണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആലപ്പുഴയിലെ ധനുഷ്കോടി എന്നറിയപ്പെടുന്ന ചെത്തി ബീച്ച്. ചെത്തി ബീച്ചിന് തൊട്ടടുത്ത് കിടക്കുന്ന ഓമനപ്പുഴ ബീച്ചിലാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ആൾക്കൂട്ടങ്ങളോ ബഹളങ്ങളോ ട്രാഫിക് ബ്ലോക്കോ ഒന്നുമില്ലാതെ കടലിൻ്റെ വന്യമായ സൗന്ദര്യം സമാധാനത്തോടെ ആസ്വദിക്കാൻ പറ്റിയ ചില രഹസ്യ ഇടങ്ങൾ നമ്മുടെ ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയുടെ ടൗണിൽ നിന്നും ചേർത്തല ഭാഗത്തേക്ക് വരുന്ന വഴിയിലാണ് നമ്മുടെ ഈ ഓമനപ്പുഴ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 12, 13, 14 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. പ്രധാന റോഡിൽ നിന്ന് ബീച്ചിലേക്കുള്ള വഴികളൊക്കെ വളരെ ശാന്തമാണ്. ആലപ്പുഴയിലെ ആൾക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറി നിൽക്കുന്ന എന്നാൽ കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം അതുതന്നെയാണ് ഈ ഓമനപ്പുഴ എന്ന ഗ്രാമവും ഓമനപ്പുഴ ബീച്ചും. ആലപ്പുഴ ടൗണിൽ നിന്ന് ചേർത്തല റൂട്ടിൽ മാരാരിക്കുളം ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ഓമനപ്പുഴയിലേക്ക് തിരിയുന്നത്. ഹൈവേയിൽ നിന്ന് ബീച്ചിലേക്കുള്ള ആ ചെറിയ റോഡിലൂടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളൊരു സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് മാത്രമല്ല പോകുന്നതെന്ന്. ഇരുവശത്ത് കണ്ടലുകളും ചെറിയ പുഴയും കടലും ചേരുന്ന അപൂർവമായ ഒരു ഭൂപ്രകൃതി. ഒരു സൈഡിൽ കായലും മറുവശത്ത് കടലും തമ്മിലുള്ള ദൂരം വളരെ കുറവാണിവിടെ. നോക്കിക്കേ ബീച്ചിൻ്റെ ഭംഗി, കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന ഗോൾഡൻ സാൻഡ്. പിന്നെ ആൾക്കൂട്ടങ്ങളോ വലിയ ബഹളങ്ങളോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രകൃതിയെ അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ ഇവിടെ ആസ്വദിക്കാൻ. ഇവിടെയുള്ള കടൽഭിത്തി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. രാവിലെയും വൈകുന്നേരവും ഇവിടുത്തെ അന്തരീക്ഷം വളരെ അതിമനോഹരമാണ്. സമാധാനമായി കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി പാഷനുള്ളവർക്കും റീൽസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ല പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ഈ ഓമനപ്പുഴ ബീച്ച്. ഇവിടുത്തെ കടൽഭിത്തി ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഈ കടൽഭിത്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ കടൽക്ഷോഭത്തിൽ നിന്നും തീരപ്രദേശത്തെ വീടുകളെയും നമ്മുടെ കൃഷിഭൂമിയെയൊക്കെ സംരക്ഷിക്കുന്നതിനായി വലിയ കരിങ്കല്ലുകൾ പാകി നിർമ്മിച്ചതാണ്. ഇത് തീരത്തോട് ചേർന്ന് വളരെ നീളത്തിൽ സ്ഥിതി ചെയ്യുന്നു. സാധാരണയായി ഇവ പ്രതിരോധത്തിനായിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഓമനപ്പുഴയിലെ കല്ലുകൾ പാകിയ രീതി സന്ദർശകർക്ക് ഇരിക്കാനും കടലിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും സൗകര്യപ്രദമാണ്. ബീച്ചിലെത്തുന്നവർ സന്ധ്യാസമയത്ത് തിരമാലകൾ കണ്ടുകൊണ്ട് ഈ കടൽഭിത്തിയിൽ മണിക്കൂറുകളോളം ഇവിടെ ഇരിക്കാറുണ്ട്. കടൽഭിത്തിയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കടലിൻ്റെ വിശാലമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാനും ഫോട്ടോസ് എടുക്കാനും ഇത് മികച്ച ഒരിടമാണ്. കല്ലുകൾക്ക് മുകളിൽ കയറി നിൽക്കുമ്പോൾ കടലിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അതുപോലെ കടൽഭിത്തിയിൽ ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തിരമാലകൾ ഭിത്തിക്ക് മുകളിൽ അടിച്ചു കയറാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തോ കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്തോ ഒക്കെ തിരമാലകൾ ഭിത്തിക്ക് മുകളിൽ അടിച്ചു കയറാൻ സാധ്യതയുണ്ട്. അത്തരം സമയങ്ങളിൽ ഇവിടെ കയറുന്നത് സുരക്ഷിതമല്ല. കല്ലുകൾക്കിടയിൽ തെന്നാനും മറ്റ് സാധ്യതയുള്ളതിനാൽ കുട്ടികളുമായി എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാന്തമായ കടൽ തീരം തേടി വരുന്നവർക്ക് ഓമനപ്പുഴയിലെ ഈ കടൽഭിത്തി ഒരു നല്ല അനുഭവമായിരിക്കും. ബീച്ചിൻ്റെ സൗന്ദര്യം അതിൻ്റെ തനിമയോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആലപ്പുഴയിലെ ഓമനപ്പുഴ ബീച്ച്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത രീതികൾ വളരെ സിമ്പിളാണ്. കടലുമായി ഇത്രയധികം ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യർ. അതുപോലെ ഇവിടെയുള്ള കടൽ തീരത്ത് ഫിഷിംഗ് ഹട്ട്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി വരുന്നതും മീൻ പിടിക്കുന്നതുമൊക്കെ വളരെ അടുത്ത് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത്. ഇവിടെ ആ കടൽക്കാറ്റും കൊണ്ടിരിക്കാൻ എന്ത് സുഖമാണെന്നോ. അത് വന്ന് നോക്കിയാലേ ആ അനുഭൂതി മനസ്സിലാകും. അങ്ങനെ സൂര്യൻ കടലിലേക്ക് താഴ്ന്നിറങ്ങി പോകുന്ന കാഴ്ചയോടെ നമ്മുടെ ഇന്നത്തെ ഈ ഓമനപ്പുഴയുടെ യാത്ര അവസാനിക്കുകയാണ്. ആലപ്പുഴയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി മനസ്സിന് വല്ലാത്തൊരു സമാധാനം തരുന്ന ഈ ഒരിടം. അടുത്ത തവണ നിങ്ങൾ ആലപ്പുഴയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മനോഹരമായ ഓമനപ്പുഴ ബീച്ച് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഈ ഓമനപ്പുഴ ബീച്ചും ഞങ്ങളുടെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.